സ്നേഹം നിറഞ്ഞവരെ, ABCD ഫാമിലി UKയുടെ മറ്റൊരു എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം. ഞങ്ങളിന്ന് ഒരു ലണ്ടൻ ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ബാഗുകളെല്ലാം റെഡിയാണ് പോകാൻ വേണ്ടി. കൊച്ചിൻ്റെ പ്രാമും എല്ലാം ഉണ്ട്. എയ്ഡനും ഡാനിയും അമ്മച്ചിയും എല്ലാം രാവിലെ റെഡി ആയിട്ടിരിക്കുന്നു. ഞങ്ങൾ നേരെ ലീഡ്സ് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുന്നു. അവിടെ നമുക്ക് ഒരു ഫാമിലിയും കൂടിയുണ്ട് നമ്മളോട് പോരാൻ വേണ്ടി. ഞങ്ങൾ രണ്ടുപേരും പ്ലാൻ ചെയ്തിട്ടാണ് ഇത് പോകുന്നത്. നമുക്ക് നേരെ കിങ് ക്രോസിലോട്ടാണ് പോകേണ്ടത്. ഞാൻ പറഞ്ഞ ഫാമിലി ഇതേ വന്നിട്ടുണ്ട്. റോണിയും സ്നേഹ ഫാമിലിയാണ്. ട്രെയിൻ റൈറ്റ് ടൈമിൽ തന്നെ ട്രെയിൻ സ്റ്റാർട്ടായിട്ടുണ്ട്. ഇത് ഞങ്ങളെല്ലാവരും ഇടുന്നു. വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു ട്രെയിനിൽ. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡാണ്. കാരണം നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് ഒരു ട്രിപ്പാണിത്, ലണ്ടൻ ട്രിപ്പ്. ട്രെയിൻ മൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ട്രെയിനിൽ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ള സൗകര്യമുണ്ട്. ട്രെയിനിൻ്റെ സൈഡ് നമ്മൾ ഇരിക്കുന്നതിന് സൈഡിൽ തന്നെ ഒരു QR കോഡ് ഉണ്ട്. അതിൽ നമ്മൾ സ്കാൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ്, കോഫി എല്ലാം നമുക്ക് കിട്ടും. നമ്മൾ ലണ്ടൻ കിങ് ക്രോസിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു. നമുക്ക് ഇവിടെ നിന്ന് ട്യൂബ് ട്രെയിൻ വഴിയാണ് നമ്മൾ പോകുന്നത്. പിന്നെ വലിയ തിരക്കോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഞങ്ങളുടെ ഒരു ആദ്യത്തെ ഒരു അനുഭവമാണിത്, ഈ ട്രെയിൻ വഴി പോകുന്നത്. നമുക്ക് നേരെ പോകുന്നത് മദാമെ തുസോഡ്സ് എന്ന് പറയുന്ന വാക്സ് മ്യൂസിയത്തിലോട്ടാണ് പോകുന്നത് കേട്ടോ. നമുക്കവിടെ എൻട്രൻസിൻ്റെ ടൈം കിട്ടിയത് രാവിലെ 11:30. നമ്മളിപ്പോൾ വാക്സ് മ്യൂസിയത്തിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് മദാമെ തുസോഡ്സ്. ഇതിൻ്റെ അകത്തെ രസകരമായ കാഴ്ചകൾ നമുക്ക് കാണാം. ഇവിടുത്തെ ഓരോ സ്റ്റാച്യുവും ഒറിജിനലെ പോലും വെല്ലുന്ന രീതിയിലുള്ളതാണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. നമുക്ക് അമിതാഭ് ബച്ചനെയൊക്കെ കാണാം ഇവിടെ. ഞങ്ങളെല്ലാവരും അമിതാഭ് ബച്ചൻ്റെ കൂടെ നിന്നെല്ലാം ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. മദാമെ തുസോഡ്സിലെ ഈ കാഴ്ചകളെല്ലാം എങ്ങനെ വന്നാലും മിനിമം ഒരു 2 മണിക്കൂറുണ്ട് നമുക്ക് നടന്ന് കാണാനുള്ളത്.
ലൈഫ് ഇൻ ദ UK എന്നൊരു ടെസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ചെന്ന് കഴിയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും എന്താണെന്നുള്ളത്. ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മൾ ഈ വാക്സിൻ പ്രവേശിക്കുമ്പോൾ നമുക്ക് നമ്മുടെ പ്രാമോ കാര്യങ്ങളൊന്നും അലൗഡ് അല്ല ഇതിൻ്റെ അകത്ത്. പ്രാം നമുക്കവിടെ ഫ്രീ ആയിട്ട് താഴെ ക്ലോക്ക് റൂം ഉണ്ട്, നമുക്കവിടെ വെക്കാം. അതുപോലെ ഒരു ബാഗൊക്കെ നമുക്കവിടെ വെക്കാൻ പറ്റും. ഒരു ബാഗിന് 5 പൗണ്ട് വെച്ചാണ്. ഇപ്പം നമ്മൾ അറൗണ്ട് 1.5 മണിക്കൂറോളം നമ്മൾ നടന്നു. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് നേരം ഒരു ടാക്സിയെ ഇരുന്ന് യാത്ര ചെയ്യുന്ന പോലെ ഒരു ഫീലിങ്. കാരണം ശരിക്കും ടാക്സി പോലെ അവരെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്, കണ്ടല്ലോ. ഇതിങ്ങനെ എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ അതിൻ്റെ അകത്ത് കയറിയിരിക്കുക. 2 പേർക്കാണ് അതിൻ്റെ അകത്ത് ഇരിക്കാതെ, 2 അല്ല 3 പേർക്ക് ഇരിക്കാം. ഇനിയുള്ള കാഴ്ചകളെല്ലാം നമുക്ക് ഈ ടാക്സിയിൽ ഇരുന്ന് കാണാം. ഇത് നേരെ എക്സിറ്റിലോട്ടാണ് പോകുന്നത്. ഈ കാണുന്ന കാഴ്ചകളെല്ലാം നമ്മുടെ ഈ ടാക്സിയിലിരുന്നാണ് കാണുന്നത് കേട്ടോ. കണ്ടോ എങ്ങനെയാണ് വരുന്നതെന്നുണ്ടോ? ഒരു സൈഡിലോട്ട് തിരിഞ്ഞും ഞങ്ങളെല്ലാവരും വരുന്നത് കാണാൻ പറ്റും. നിങ്ങളെല്ലാവരും എന്തായാലും ഇവിടെ വന്ന് കാണാം. വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചകൾ തന്നെയാണ് എല്ലാം. നമ്മൾ ഈ ടാക്സിയിൽ ഇരുന്ന് പോകുന്നതിൻ്റെ പിക്ചർ ഏറ്റവും ലാസ്റ്റ് നമുക്ക് അവർ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന് ഇച്ചിരി എമൗണ്ട് കൊടുക്കണം. ഈ പിക്ചർ നമ്മളിപ്പോൾ ടാക്സിയിൽ നിന്ന് ഇറങ്ങി നമുക്കിനി അല്പം ദൂരം കൂടെ നമുക്ക് നടന്ന് കയറാനുണ്ട്. അത് കഴിയുമ്പോൾ നമുക്ക് എക്സിലോട്ട് എത്തുന്നതായിരിക്കും.
അങ്ങനെ ഉണ്ടായിരുന്നു അങ്ങ് അടിപൊളി എക്സ്പീരിയൻസ്. എന്തായാലും ഫസ്റ്റ് കാണേണ്ട സ്ഥലമാണ്. അമ്മച്ചി എങ്ങനെ ഉണ്ടായിരുന്നു അമ്മേ? വളരെ നല്ലതാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. ഈ കാണുന്ന ഷോപ്പ് മഡാമെ ടുസോഡ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അവിടെ നിന്നുള്ള സാധനങ്ങൾ നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. ഈ കാണുന്ന ക്ലോക്ക് റൂമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇവിടെ നമ്മുടെ നമ്മുടെ ബാഗുകളെല്ലാം നമുക്ക് ഇവിടെ വെക്കാം. പ്രാമിന് മാത്രമേ ഫ്രീ ഉള്ളൂ. ബാഗ് വെക്കുന്നതിന് നമുക്ക് എക്സ്ട്രാ ക്യാഷ് കൊടുക്കണം. നമ്മുടെ ഈ ബാഗിനൊക്കെ വെയിറ്റ് ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വെച്ചിട്ട് പോയത്.